നമസ്തേ, ഞാൻ ശിവൻ, പാല ബ്രില്യൻ സ്റ്റഡി സെൻറ്ററിൽ നിന്നും. ഇന്ത്യയിൽ ആകെയുള്ള 470 മെഡിക്കൽ കോളേജുകളിലായി 85,000-ഓളം MBBS സീറ്റുകളാണ് നിലവിലുള്ളത്. ഈ സീറ്റുകളിൽ ഒരു കേരളീയന് അർഹതയുള്ള, അപേക്ഷിക്കാൻ പറ്റിയ, കിട്ടാവുന്ന MBBS സീറ്റുകൾ ഏതൊക്കെ കോളേജുകളിൽ, എത്രയാണ്, ഏത് വെബ്സൈറ്റ് വഴിയാണ് അപ്ലൈ ചെയ്യേണ്ടത് എന്നാണ് നാം ഇന്ന് പരിശോധിക്കുന്നത്. ഈ 85,000 സീറ്റുകളിൽ ഏതാണ്ട് 22,000-ഓളം സീറ്റുകളാണ് ഒരു മലയാളിക്ക്, ഒരു കേരളീയന് അപ്ലൈ ചെയ്യാൻ അർഹതയുള്ളത്. അതിൽ പകുതി കൂടുതൽ സീറ്റുകളും ഇന്ത്യയിലുള്ള എല്ലാവർക്കും അപ്ലൈ ചെയ്യാവുന്നതാണ്. നമുക്ക് മാത്രമായിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത് ഏതാണ്ട് കേരളത്തിലെ സെൽഫ് ഫിനാൻസിങ് MBBSഉം ഗവൺമെൻറ് MBBSഉം മാത്രമാണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. അങ്ങനെയുള്ള ഈ 20,000-ൽ പരം സീറ്റുകളിൽ 4,000-ഓളം സീറ്റുകളാണ് കഴിഞ്ഞ വർഷം മലയാളികൾ നേടിയെടുത്തത്. അതിൽ 3,500-ഉം പാല ബ്രില്യൻ സ്റ്റഡി സെൻറ്ററിലൂടെ കടന്നു വന്നവരാണെന്ന കാര്യവും ഈ അവസരത്തിൽ ഓർക്കുന്നു. 470-ഓളം മെഡിക്കൽ കോളേജുകളിൽ 240 എണ്ണം ഗവൺമെൻറ് മേഖലയിലുള്ള ഗവൺമെൻറ് മെഡിക്കൽ കോളേജുകളാണ്. അതിൽ 15% കേരളത്തിലെ 10 കോളേജുകൾ ഉൾപ്പെടെ ഇന്ത്യയിൽ ആകമാനമുള്ള ഈ 240 ഗവൺമെൻറ് മെഡിക്കൽ കോളേജുകളിലെയും 15% സീറ്റിനാണ് നമുക്ക് അർഹതയുള്ളത്. ഏതാണ്ട് 5,500-ഓളം സീറ്റുകളിൽ ജനറൽ, OBC, EWS, SC, ST എന്നീ കാറ്റഗറി തിരിച്ചാണ് അലോട്ട്മെൻറ്റ് നടക്കുന്നത്. നീറ്റിൻ്റെ റിസൾട്ട് വരുന്ന ആ ആഴ്ചയിൽ തന്നെ mcc.nic.in എന്ന വെബ്സൈറ്റ് വഴിയാണ്. ഈ 5,500 സീറ്റുകളും ഗവൺമെൻറ് മെഡിക്കൽ കോളേജുകളിലെ സീറ്റുകളാണെങ്കിലും ഈ കോളേജുകൾ ഏത് സംസ്ഥാനത്ത് സ്ഥിതി ചെയ്യുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കും അവിടുത്തെ ഫീസും അഡ്മിഷൻ പ്രൊസീജിയറുകളും. കേരളത്തിൽ ഗവൺമെൻറ് മേഖലയിൽ 25,000 രൂപ MBBS സീറ്റിന് ഫീസാകുമ്പോൾ തമിഴ്നാട്ടിൽ 11,000 രൂപയും, കർണാടകത്തിൽ ഗവൺമെൻറ് മേഖലയിൽ 65,000 രൂപ ഫീസും, ഗോവയിലും പോണ്ടിച്ചേരിയിലും മഹാരാഷ്ട്രയിലും ഗവൺമെൻറ് ഫീസ് നിരക്ക് 1,00,000-വുമാണ്. ആന്ധ്രാപ്രദേശിൽ അത് 9,000-ഉം, ബംഗാളിൽ 25,000-ഉം, ഗുജറാത്തിൽ 3,000-വുമാണ്. അപ്പം ഓരോ കോളേജിലെയും ഫീസ് നിരക്ക് വ്യത്യസ്തമാണെന്ന് കൂടി ഈ അവസരത്തിൽ ഓർക്കുക. ഈ 5,500 സീറ്റിന് നീറ്റ് ക്വാളിഫൈ ചെയ്ത 50% സ്കോറുള്ള ജനറൽ വിഭാഗത്തിനും 40% സ്കോറുള്ള SC, ST, OBC വിഭാഗങ്ങൾക്കും അർഹതയുണ്ടായിരിക്കും. അവരുടെ നീറ്റിൻ്റെ ഓൾ ഇന്ത്യ റാങ്കിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും MCCയുടെ വെബ്സൈറ്റിൽ റൗണ്ട് 1, റൗണ്ട് 2 എന്നീ ക്രമത്തിൽ അലോട്ട്മെൻറ്റ് നടക്കുന്നത്. 2 റൗണ്ടിന് ശേഷം വരുന്ന സീറ്റുകൾ അതാത് സംസ്ഥാനങ്ങൾക്ക് വിട്ടുകൊടുക്കുകയും ചെയ്യും. അടുത്തതായി 19 എയിംസ് മെഡിക്കൽ കോളേജുകളാണ് ഇന്ത്യയിലുള്ളത്. ഈ 19 കോളേജുകളിലും നാം മുമ്പ് പറഞ്ഞതുപോലെ തന്നെ നിശ്ചിത പേഴ്സൻറ്റേജ് സ്കോറുള്ള ഇന്ത്യയിലുള്ള എല്ലാ കുട്ടികൾക്കും, നീറ്റ് ക്വാളിഫൈ ചെയ്ത കുട്ടികൾക്കും അപ്ലൈ ചെയ്യാം. 1,800 സീറ്റുകളാണ് 5,000 താഴെ ഫീസ് നിരക്കിൽ നമുക്ക് പഠിക്കാൻ പറ്റുന്നത്. നീറ്റിൻ്റെ റിസൾട്ട് വന്നതിന് ശേഷം ഓൾ ഇന്ത്യ കോട്ടയ്ക്ക് അലോട്ട്മെൻറ്റ് കൊടുക്കുന്നത് പോലെ തന്നെ അതിൻ്റെ കൂട്ടത്തിൽ തന്നെയാണ് MCCയുടെ സൈറ്റിൽ ഈ 19 മെഡിക്കൽ കോളേജുകളിലും ഓപ്ഷൻ രജിസ്റ്റർ ചെയ്യേണ്ടത്. ഇവിടെയും ജനറൽ വിഭാഗം, OBC, EWS, SC, ST എന്നീ റിസർവേഷനുകളുണ്ടാവും. ഈ കോളേജുകളിലെല്ലാം PWD വിഭാഗത്തിന്, പേഴ്സൺസ് വിത്ത് ഡിസബിലിറ്റി ആയ കുട്ടികൾക്ക് അതാത് കാറ്റഗറികളുടെ 5% റിസർവേഷൻ ഉണ്ടെന്നുള്ള കാര്യവും ഓർമ്മിക്കുമല്ലോ. MCCയുടെ സൈറ്റിൽ ഓൾ ഇന്ത്യ കോട്ടയ്ക്ക് 2 റൗണ്ടാണുള്ളതെങ്കിൽ എയിംസിലും ജിപ്മറിലും ESI കോളേജുകളിലും 3 റൗണ്ടുകളുണ്ട്. റൗണ്ട് 1, റൗണ്ട് 2, റൗണ്ട് 3 എന്നീ 3 അലോട്ട്മെൻറ്റിലും നമുക്ക് എയിംസിനും ജിപ്മറിനും ESI മെഡിക്കൽ കോളേജുകൾക്കും ഓപ്ഷൻ രജിസ്റ്റർ ചെയ്യാം. 3ാമത്തെ റൗണ്ടിന് ശേഷം വരുന്ന ഈ എയിംസ് മെഡിക്കൽ കോളേജുകളിലെ സീറ്റ് aimsexams.org എന്ന സൈറ്റ് വഴിയുള്ള നോട്ടിഫിക്കേഷൻ പ്രകാരം എയിംസ് ഡൽഹിയിൽ വെച്ച് സ്പോട്ട് അലോട്ട്മെൻറ്റിലൂടെയാണ് ഫില്ല് ചെയ്യുന്നത്. ജിപ്മർ കോളേജ്, ജിപ്മർ പോണ്ടിച്ചേരിയും ജിപ്മർ കാരക്കലും 2 കോളേജുകളിലായി 189 സീറ്റുകളാണുള്ളത്. ഇതും നാം മുമ്പ് പറഞ്ഞതുപോലെ നിശ്ചിത ക്വാളിഫയിങ് പേഴ്സൻറ്റേജിലുള്ള എല്ലാ കുട്ടികൾക്കും അപ്ലൈ ചെയ്യാവുന്നതാണ്. ഫീസ് നിരക്ക് 5,000-ൽ താഴെ തന്നെയാണ്. ഓൾ ഇന്ത്യ കോട്ടയ്ക്കും എയിംസിനും ഓപ്ഷൻ കൊടുക്കുന്നതിനൊപ്പം തന്നെയാണ് ജിപ്മറും MCCയുടെ സൈറ്റിൽ നാം റൗണ്ട് 1, 2, 3 എന്നീ ക്രമത്തിൽ ഓപ്ഷൻ രജിസ്റ്റർ ചെയ്യേണ്ടത്.
MCCയുടെ സൈറ്റിൽ റൗണ്ട് 1-നും 2-നും 3-യും പ്രത്യേകം ഓപ്ഷൻ രജിസ്ട്രേഷനാണ്. 3 റൗണ്ടിൽ നമുക്ക് പങ്കെടുക്കണമെങ്കിൽ 3 പ്രാവശ്യവും നമ്മൾ ഓപ്ഷൻ കൊടുക്കേണ്ടതായിട്ടുണ്ട്. ഓപ്ഷൻ നടപടിക്രമങ്ങളെക്കുറിച്ച് ബുള്ളൻ യൂട്യൂബ് ചാനലിൽ വ്യക്തമായ നിർദ്ദേശങ്ങൾ നിങ്ങൾക്ക് നൽകുന്നതാണ്. 3 റൗണ്ടിന് ശേഷം ജിപ്മറിൽ ഒഴിവ് വരുന്ന സീറ്റുകൾ jipmar.edu.in എന്ന വെബ്സൈറ്റിൽ വരുന്ന നോട്ടിഫിക്കേഷൻ പ്രകാരം ജിപ്മർ പോണ്ടിച്ചേരി ക്യാമ്പസിൽ വെച്ചാണ് സ്പോട്ട് അഡ്മിഷൻ വഴി ഫില്ല് ചെയ്യുന്നത്. 9 ESI മെഡിക്കൽ കോളേജാണ് ഇന്ന് ഇന്ത്യയിൽ നിലവിലുള്ളത്. 3 കോളേജുകൾക്ക് കൂടി ഈ വർഷം അനുമതിയാകുമെന്നറിയുന്നു. ഈ കോളേജുകളിലെ 15% ഓൾ ഇന്ത്യ കോട്ട സീറ്റ് ഇപ്പോൾ 135, ഇത് ഏതാണ്ട് 170 വരും. ഈ സീറ്റുകളും MCCയുടെ വെബ്സൈറ്റ് വഴി നമുക്ക് റൗണ്ട് 1-നും 2-നും 3-ക്കും എല്ലാ പെർസെൻറ്റേജിൽ സ്കോർ കിട്ടി ക്വാളിഫൈ ചെയ്ത കുട്ടികൾക്കും ഓപ്ഷൻ രജിസ്റ്റർ ചെയ്യാം. ഇവിടുത്തെ ഫീസ് നിരക്ക് വ്യത്യാസമുണ്ടെന്ന് മാത്രം. 15% ഓൾ ഇന്ത്യ കോട്ട വഴി പാരിപ്പള്ളി കൊല്ലത്താണ് അഡ്മിഷൻ എടുക്കുന്നതെങ്കിൽ 25,000 രൂപയും, ESI കോയമ്പത്തൂർ മെഡിക്കൽ കോളേജിലാണ് ഓൾ ഇന്ത്യ കോട്ട വഴി അഡ്മിഷൻ എടുക്കുന്നതെങ്കിൽ 10,000 രൂപയും, ESI മെഡിക്കൽ കോളേജ് ചെന്നൈയിലാണ് അഡ്മിഷൻ എടുക്കുന്നതെങ്കിൽ 1,00,000 രൂപയും, ESI മെഡിക്കൽ കോളേജ് ഗുൽബർഗയിലാണ് ഓൾ ഇന്ത്യ കോട്ട വഴി അഡ്മിഷൻ എടുക്കുന്നതെങ്കിൽ 1,00,000 രൂപയും, ESI മെഡിക്കൽ കോളേജ് ബാംഗ്ലൂരിലാണ് അഡ്മിഷൻ എടുക്കുന്നതെങ്കിൽ 65,000 രൂപയും, ESI മെഡിക്കൽ കോളേജ് കൊൽക്കട്ടയിലോ മാണ്ടിയിലോ ആണ് എടുക്കുന്നതെങ്കിൽ 25,000 രൂപയായിരിക്കും ഫീസ്. അതായത് ഈ 9 മെഡിക്കൽ കോളേജുകളിലും ഓൾ ഇന്ത്യ കോട്ട വഴി നമ്മൾ അഡ്മിഷൻ എടുക്കുമ്പോൾ ഫീസ് നിരക്ക് വ്യത്യസ്തമാണെന്നുള്ളത് മനസ്സിലാക്കി വെക്കുക. അതുപോലെ MBBS പഠനത്തിന് ശേഷം ഹൗസ് സർവൻസിക്ക് ശേഷം 1 വർഷം ശമ്പളത്തോടു കൂടി ബോണ്ടും സർവീസ് ബോണ്ടും ചെയ്തിരിക്കണം. ESIയുടെ ഏതെങ്കിലും ഒരു സ്ഥാപനത്തിൽ ബോണ്ട് ചെയ്തിരിക്കണം എന്നുള്ള കാര്യവും ഓർമ്മയിലിരിക്കട്ടെ. 3 റൗണ്ടിന് ശേഷം വരുന്ന സീറ്റുകൾ ESIയുടെ ബാംഗ്ലൂർ ക്യാമ്പസിൽ വെച്ച് സ്പോട്ട് അഡ്മിഷൻ വഴി ഫില്ല് ചെയ്യും. ESIയുടെ 9 മെഡിക്കൽ കോളേജുകളിലെ 35% സീറ്റുകൾ 382 സീറ്റുകൾ ESI IP വാർഡുകൾക്ക് മാത്രമായി മാറ്റിവെച്ചിരിക്കുന്നു. അച്ഛനോ അമ്മയോ എംപ്ലോയ്മെൻറ്റ് സ്റ്റേറ്റ് ഇൻഷുറൻസ് കോർപ്പറേഷനിൽ അംഗമാണെങ്കിൽ അവരുടെ മക്കൾക്കാണ് എല്ലാ സീറ്റിലും 25,000 രൂപ ആനുവൽ ഫീസ് നിരക്കിൽ ഈ സീറ്റുകൾ മാറ്റിവെച്ചിരിക്കുന്നത്. ഇവിടുത്തെ ഫീസ് നിരക്ക് ഞാൻ ഒരിക്കൽ കൂടി പറയുന്നു. ESI IP കോട്ട വഴിയാണ് നമ്മൾ ഈ കോളേജിൽ അഡ്മിഷൻ എടുക്കുന്നതെങ്കിൽ 25,000 രൂപ മാത്രമേ വാർഷിക ഫീസുള്ളൂ. മുമ്പ് പറഞ്ഞതുപോലെ തന്നെ MBBSന് ശേഷം 1 വർഷം ശമ്പളത്തോടുകൂടി ESIയുടെ ഏതെങ്കിലും ഒരു സ്ഥാപനത്തിൽ ബോണ്ട് ചെയ്തിരിക്കണമെന്ന് മാത്രം. നമ്മൾ അപ്ലൈ ചെയ്യുന്നത് ഇപ്പോൾ ESIയുടെ വെബ്സൈറ്റിൽ അപ്ലൈ ചെയ്ത് സെപ്റ്റംബർ 21-നുള്ളിൽ IP സർട്ടിഫിക്കറ്റ് കരസ്ഥമാക്കിയവർക്ക് മാത്രമേ ഈ സീറ്റിന് അർഹതയുണ്ടായിരിക്കുകയുള്ളൂ. MCCയുടെ സൈറ്റ് വഴി 3 റൗണ്ടിൽ IP വാർഡിന് നമുക്ക് ഓപ്ഷൻ രജിസ്റ്റർ ചെയ്യാം. ഈ ഓപ്ഷന് ശേഷം നമുക്ക് സ്പോട്ട് അലോട്ട്മെൻറ്റ് ESI മെഡിക്കൽ കോളേജിൽ ബാംഗ്ലൂർ ക്യാമ്പസിൽ വെച്ചാണ് നടക്കുന്നത്. AFMC പൂനെയിലുള്ള ആംഡ് മെഡിക്കൽ കോളേജ് MBBS സീറ്റുകൾ 145 സീറ്റുകളാണ് ഇവിടെയുള്ളത്. 1,150 ആൺകുട്ടികളെയും 450 പെൺകുട്ടികളെയും MCC.nic.in എന്ന വെബ്സൈറ്റ് വഴി റൗണ്ട് 1-ൽ രജിസ്റ്റർ ചെയ്യുന്നതനുസരിച്ച് ഷോർട്ട് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യും. നീറ്റിൻ്റെ മാർക്കിൻ്റെ അടിസ്ഥാനത്തിൽ AFMC സെലക്ട് ചെയ്ത ഏറ്റവും മാർക്ക് കൂടിയ കുട്ടികളെയാണ് ഈ 1,600 കുട്ടികളെ സെലക്ട് ചെയ്യുന്നത്. അതിൽ നിന്നും AFMC പൂനെയിൽ വെച്ച് നടക്കുന്ന ഇംഗ്ലീഷ് ടോളർ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് മുഖാന്തരവും മെഡിക്കൽ ഫിറ്റ്നസ് ടെസ്റ്റിനും പേഴ്സണൽ ഇൻ്റർവ്യൂവിനും ശേഷം പേഴ്സണൽ ഇൻ്റർവ്യൂവിൻ്റെയും കൂടെ 200 മാർക്ക് ഇട്ട് അതും നീറ്റിൻ്റെ സ്കോറും കൂടെ ആഡ് ചെയ്താണ് 145 ഫൈനൽ ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുന്നത്. ഇതിന് നമ്മൾ MCCയുടെ സൈറ്റിൽ ആദ്യത്തെ റൗണ്ടിൽ AFMCന്ന് സെലക്ട് ചെയ്യുകയും ഷോർട്ട് ലിസ്റ്റിൽ പേര് വന്ന കുട്ടികൾ AFMC.nic.in എന്ന വെബ്സൈറ്റ് വഴി ഇൻ്റർവ്യൂവിൻ്റെയും മെഡിക്കൽ ഫിറ്റ്നസ് ടെസ്റ്റിൻ്റെയും ടോളറിൻ്റെയും ടെസ്റ്റിനായി പൂനെയിൽ ചെല്ലേണ്ട നോട്ടിഫിക്കേഷൻസ് നോക്കി മനസ്സിലാക്കുകയും ചെയ്യേണ്ടതാണ്. AFMC മെഡിക്കൽ കോളേജിൽ നിങ്ങൾക്കറിയാം, യാതൊരുവിധ ട്യൂഷൻ ഫീസോ പഠന ചെലവുകളോ യാത്രാ ചെലവുകളോ ഇല്ല. MBBSന് ശേഷം വളരെ ഉയർന്ന റാങ്കിൽ 1 മുതൽ 7 വർഷം വരെ ശമ്പളത്തോടുകൂടി സർവീസ് ബോണ്ട് ചെയ്യാനുള്ള അവസരവും നമുക്ക് ലഭ്യമാണ്. ഇന്ത്യയിലെ ഡീംഡ് മെഡിക്കൽ കോളേജുകൾ 45 സ്വയം ഭരണ സർവകലാശാലകളാണ്. അമൃത, മണിപ്പാൽ, എനപ്പോയ, നിറ്റെ, പ്രവര, SRM എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന ഡീംഡ് മെഡിക്കൽ കോളേജുകൾ. ഇവിടെ യാതൊരുവിധ കാറ്റഗറി റിസർവേഷനുമില്ലാതെ 85% പ്യുവർ മെറിറ്റിൽ
നീറ്റിൻ്റെ റാങ്കിനെ മാത്രം അടിസ്ഥാനപ്പെടുത്തി അഡ്മിഷൻ എടുക്കുന്നു. 15% NRI സീറ്റുകളാണ്. ഈ 100 സീറ്റുകളും നീറ്റിൻ്റെ റാങ്കിൽ നിന്നാണ് എടുക്കുന്നത്. ഓപ്ഷൻ കൊടുക്കേണ്ടത് നാം മുമ്പ് പറഞ്ഞതുപോലെ തന്നെ mcc.nic.in എന്ന വെബ്സൈറ്റ് വഴിയാണ്. ഫീസ് 10 ലക്ഷം മുതൽ 30 ലക്ഷം വരെയാണ് ഓരോ കോളേജിലെയും ഫീസ് ഘടന എന്നുള്ളതും ഓർമ്മയിലിരിക്കട്ടെ. അമൃത മെഡിക്കൽ കോളേജിൽ കഴിഞ്ഞ വർഷം 18 ലക്ഷവും മണിപ്പാലിൽ 14 ലക്ഷവും JSS മൈസൂറിൽ 15 ലക്ഷവും അതുപോലെയാണ് ഫീസ് നിരക്കുള്ളത് എന്ന് മാത്രം. ഈ 6000 സീറ്റിനും നീറ്റ് ക്വാളിഫൈ ചെയ്ത എല്ലാ കുട്ടികൾക്കും അപ്ലൈ ചെയ്യാനുള്ള അവസരമുണ്ടാകും. 3 റൗണ്ടുകളിലും നാം പുതിയതായി ഓപ്ഷനുകൾ കൊടുത്ത് ഡീംഡ് മെഡിക്കൽ കോളേജുകൾ നമുക്ക് അഡ്മിഷൻ എടുക്കാം. ഇതുവരെ പറഞ്ഞ MCCയുടെ റൗണ്ടിൽ 3 റൗണ്ടുകൾ ഉണ്ട് എന്ന് പറഞ്ഞു. 3 റൗണ്ടിലും ഓരോ റൗണ്ടിലും പുതിയതായി ഓപ്ഷൻ രജിസ്റ്റർ ചെയ്യണമെന്നും പറഞ്ഞു. അവിടെയും ഓപ്ഷൻ രജിസ്ട്രേഷനെ സംബന്ധിച്ചും അഡ്മിഷൻ എടുക്കുമ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ട്. ഉദാഹരണത്തിന് റൗണ്ട് 1ൽ നമുക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയാൽ വേണ്ടെന്ന് വെക്കാം. റൗണ്ട് 2വിന് അർഹതയുണ്ടായിരിക്കും. റൗണ്ട് 1ൽ അഡ്മിഷൻ എടുത്തിട്ട് നമുക്ക് വേണമെങ്കിൽ സ്റ്റേറ്റ് കോട്ടയിലേക്കോ റൗണ്ട് 2വിൽ തന്നെ കിട്ടുന്ന അഡ്മിഷനിലോട്ടോ മാറുകയും ചെയ്യാം. പക്ഷേ MCCയുടെ സൈറ്റ് വഴി റൗണ്ട് 2വിലാണ് നമ്മൾ അഡ്മിഷൻ കിട്ടുന്നതെങ്കിൽ അഡ്മിഷൻ എടുത്തില്ല എങ്കിൽ MCCയുടെ സൈറ്റിൽ രജിസ്ട്രേഷൻ ഫീസ് അടയ്ക്കുന്നത് നഷ്ടപ്പെടും. MCCയുടെ സൈറ്റിൽ നമ്മൾ റൗണ്ട് 2വിൽ അഡ്മിഷൻ എടുത്താൽ അത് ഓൾ ഇന്ത്യ കോട്ടയാവട്ടെ, എയിംസ് ആവട്ടെ, ജിപ്മർ ആവട്ടെ, ESI ആവട്ടെ, ഡീംഡ് മെഡിക്കൽ കോളേജ് ആവട്ടെ, MCCയുടെ സൈറ്റിൽ റൗണ്ട് 2വിൽ നമ്മൾ സർട്ടിഫിക്കറ്റുകൾ കൊടുത്ത് ഫീസ് അടച്ച് ആ കോളേജിൽ പോയി ചേർന്നാൽ പിന്നെ നിർബന്ധമായും 4.5 വർഷം ആ മെഡിക്കൽ കോളേജിലായിരിക്കും നാം പഠിക്കുന്നത്. എവിടെ ബാക്കി അഡ്മിഷൻ കിട്ടിയാലും നമ്മളെ പരിഗണിക്കുകയില്ല. ഇതുപോലെയുള്ള അലോട്ട്മെൻറ്റ് ഡീറ്റെയിൽസിൻ്റെ പ്രത്യേകതകൾക്കായി ബുർലൻ യൂട്യൂബ് ചാനലിൽ നിങ്ങളുടെ സന്ദർശനം പതിവാക്കുക. MCCയുടെ സൈറ്റിൽ ഡീംഡ് മെഡിക്കൽ കോളേജുകളുടെ ഓപ്ഷൻ നിങ്ങൾക്ക് കാണണമെങ്കിൽ 2 ലക്ഷം രൂപയാണ് രജിസ്ട്രേഷൻ ഫീസ്. നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടുകയാണെങ്കിൽ അത് ഫീസിനത്തിൽ ഉൾക്കൊള്ളിക്കുകയും അഡ്മിഷൻ യാതൊന്നും ലഭിക്കുന്നില്ല എങ്കിൽ ആ 2 ലക്ഷം രൂപ തിരികെ ലഭിക്കുകയും ചെയ്യും. 2ാമത്തെ റൗണ്ടിലോ 3ാമത്തെ റൗണ്ടിലോ അഡ്മിഷൻ കിട്ടിയിട്ട് നിങ്ങൾ ഹാജരായില്ല എങ്കിൽ രജിസ്ട്രേഷൻ ഫീസായ 2 ലക്ഷം രൂപ നിങ്ങൾക്ക് നഷ്ടപ്പെടുകയും ചെയ്യും. 3 റൗണ്ടിനും ശേഷം വേക്കൻസി വരുന്ന സീറ്റുകൾ അതാത് കോളേജുകൾക്ക് വിട്ടുകൊടുക്കുകയും അതാത് കോളേജുകളുടെ വെബ്സൈറ്റ് വഴി സ്പോട്ട് അലോട്ട്മെൻറ്റ് നടത്തുകയും ചെയ്യും. ഉദാഹരണത്തിന് റൗണ്ട് 3ക്കും ശേഷം അമൃതയിലോ മണിപ്പാലിലോ ഏതെങ്കിലും ഒരു ഡീംഡ് മെഡിക്കൽ കോളേജിൽ ഒഴിവ് വന്നാൽ അതിന് ആ കോളേജിൻ്റെ വെബ്സൈറ്റിൽ നിങ്ങൾ എത്രയും പെട്ടെന്ന് നോക്കി അതിൻ്റെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കണം. ഇതുവരെ നാം പറഞ്ഞത് ഇന്ത്യയിൽ ക്വാളിഫൈ ചെയ്യുന്ന എല്ലാ കുട്ടികൾക്കും അപ്ലൈ ചെയ്യാവുന്ന സീറ്റുകളാണെങ്കിൽ ഇനി നാം പറയുന്നത് കേരളീയന് മാത്രം കിട്ടുന്ന സീറ്റുകളെക്കുറിച്ചാണ്. കേരളത്തിൽ ഗവൺമെൻറ് മേഖലയിൽ 10 മെഡിക്കൽ കോളേജുകളാണുള്ളത്. കോഴിക്കോട്, തിരുവനന്തപുരം, കോട്ടയം, തൃശ്ശൂർ, ആലപ്പുഴ, എറണാകുളം, പരിയാരം, മഞ്ചേരി, പാലക്കാട്, കൊല്ലം, പാരിപ്പള്ളി മെഡിക്കൽ കോളേജുകൾ. ഈ മെഡിക്കൽ കോളേജുകളിലായിട്ട് നമുക്ക് കീം മെഡിക്കൽ റാങ്കിൽ വന്നിരിക്കുന്ന എല്ലാ കുട്ടികൾക്കും ഓപ്ഷൻ രജിസ്റ്റർ ചെയ്യാനുള്ള അർഹതയുണ്ടാവും. ഇവിടെ നമുക്കറിയാം 25,000 രൂപ വാർഷിക ഫീസാണ് നിലവിലുള്ളത്. ഇവിടെ ജനറൽ വിഭാഗം, ഈഴവ, മുസ്ലിം, വിശ്വകർമ്മ, ധീവര, ബാക്ക്വേർഡ് ഹിന്ദു, ബാക്ക്വേർഡ് ക്രിസ്ത്യൻ, കുടുംബി, കുശവൻ, SC, ST എന്നീ കാറ്റഗറികൾ തിരിച്ചുള്ള റിസർവേഷനും EWS റിസർവേഷനും ഇവിടെ ബാധകമാണ്. ഇവിടെ OEC വിഭാഗത്തിലുള്ളവർക്കും SC, ST വിഭാഗത്തിലുള്ളവർക്കും യാതൊരുവിധ ഫീസ് കൊടുക്കാതെ ഇനി പറയുന്ന എല്ലാ കോളേജുകളിലും പഠിക്കുവാനും സാധിക്കും. നീറ്റിന് റിസൾട്ട് വന്നതിന് ശേഷം ce.kerala.gov.in എന്ന വെബ്സൈറ്റിൽ ഒക്ടോബർ 20 നീറ്റിൻ്റെ ആപ്ലിക്കേഷൻ നമ്പറും റോൾ നമ്പറും എൻ്റർ ചെയ്ത് നീറ്റിൻ്റെ സ്കോർ അതിനകത്ത് ആഡ് ചെയ്ത് കേരള മെഡിക്കൽ റാങ്ക് തയ്യാറാക്കി ഒക്ടോബർ അവസാനത്തെ ആഴ്ചയോടുകൂടിയാണ് കേരള അലോട്ട്മെൻറ്റ് പ്രോസസ്സ് CEയുടെ വെബ്സൈറ്റ് വഴി ആരംഭിക്കുന്നത്. കേരളത്തിൽ 19 സെൽഫ് ഫിനാൻസിങ് മെഡിക്കൽ കോളേജുകളാണുള്ളത്. ഏകദേശം 10 വർഷത്തോളവുമായി കേരള അലോട്ട്മെൻറ്റ് പ്രോസസ്സ് വാർത്താ പ്രാധാന്യം നേടിയവയാണ്. നിങ്ങൾക്കറിയാം, അലോട്ട്മെൻറ്റ് പ്രോസസ്സ് തുടങ്ങുമ്പോൾ എല്ലാ വർഷത്തെയും പത്രങ്ങളിലെ പ്രധാന വാർത്തകൾ ഈ സെൽഫ് ഫിനാൻസിങ് മെഡിക്കൽ കോളേജുകളിലെ ഫീസ് ഘടനകളെപ്പറ്റി ആയിരിക്കും. എത്രയൊക്കെ ആയിരുന്നാലും കഴിഞ്ഞ വർഷം വരെ ഈ ഓരോ കോളേജിലെയും ഫീസ് 5.25 ലക്ഷം മുതൽ 7.5 ലക്ഷം വരെ ആയിരുന്നു. ഈ കോളേജുകളിലും EWS റിസർവേഷൻ ഒഴികെ ബാക്കി ജനറൽ, ഈഴവ, മുസ്ലിം, വിശ്വകർമ്മ, ധീവര, SC, ST, ബാക്ക്വേർഡ് ഹിന്ദു, ബാക്ക്വേർഡ് ക്രിസ്ത്യൻ വിഭാഗങ്ങൾക്ക് റിസർവേഷൻ ഉണ്ട്. അതുകൂടാതെ തന്നെ ക്രിസ്ത്യൻ സമുദായത്തിന് ക്രിസ്ത്യൻ കോളേജുകളിൽ മൈനോറിറ്റി സംവരണവും
മുസ്ലിം സമുദായത്തിന് മുസ്ലിം കോളേജുകളിൽ മൈനോറിറ്റി സംവിധാനവുമുണ്ട്. ഇവിടെയെല്ലാം നാം മുമ്പ് പറഞ്ഞ OEC ST വിഭാഗത്തിൻ്റെ ഒഴികെ ബാക്കി എല്ലാവർക്കും 5.25 ലക്ഷം മുതൽ 7.5 ലക്ഷം വരെ ഫീസ് ഇനത്തിൽ ചിലവ് വരും. വാർഷിക ഫീസ്. SC ST OEC വിഭാഗങ്ങൾക്ക് യാതൊരുവിധ ട്യൂഷൻ ഫീസും വരികയുമില്ല. വെബ്സൈറ്റ് നിങ്ങൾക്കറിയാം, ce.kerala.gov.in. കേരളത്തിലെ സെൽഫ് ഫിനാൻസിംഗ് മെഡിക്കൽ കോളേജിൻ്റെ ഫീസ് ഘടനയോട് ഏതാണ്ട് ചേർന്ന് നിൽക്കുന്നതാണ് കർണാടകത്തിലെ സെൽഫ് ഫിനാൻസിംഗ് മേഖല. 2015 വരെ കോമൺ കെ കോളേജുകൾ എന്നറിയപ്പെട്ടിരുന്ന ഈ സെൽഫ് ഫിനാൻസിംഗ് കർണാടകത്തിലെ കോളേജുകളിൽ 15% നമ്മുടെ കുട്ടികളാണ് കൂടുതലായും പഠിക്കുന്നത്. 10 ലക്ഷം പെർ ഇയർ ആണ് ഫീസ് ഘടന. ഏതാണ്ട് 400 സീറ്റുകളോളമുണ്ട് കർണാടകത്തിലെ സെൽഫ് ഫിനാൻസിംഗ് മെഡിക്കൽ കോളേജിൽ. ഇതിൽ നമ്മുടെ റോമൻ കാത്തലിക്സിന് മാത്രം കിട്ടുന്ന സെൻറ് ജോൺസ് മെഡിക്കൽ കോളേജും ക്രിസ്ത്യൻ വിഭാഗത്തിന് മാത്രം കിട്ടുന്ന ഫാദർ മുള്ളർ മെഡിക്കൽ കോളേജുമുണ്ട്. ഫാദർ മുള്ളർ മെഡിക്കൽ കോളേജിൽ ക്രിസ്ത്യൻ മൈനോറിറ്റി സർട്ടിഫിക്കറ്റ് തഹസീൽദാരിൽ നിന്ന് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ 10 സീറ്റുകളാണ് നമുക്കുള്ളത്. സെൻറ് ജോൺസ് മെഡിക്കൽ കോളേജിൽ ക്രിസ്ത്യൻ മൈനോറിറ്റി വിഭാഗത്തിന് എല്ലാവർക്കും 10 സീറ്റുകളും റോമൻ കാത്തലിക്സിന് 55 സീറ്റുകളുമുണ്ട്. ഫീസ് 6.5 ലക്ഷം പെർ ഇയർ ആണ്. സെൻറ് ജോൺസ് ഒഴികെയുള്ള രാമയ്യ, ശ്രീദേവി, JJ, കെമ്പഗൌഡ പോലുള്ള മെഡിക്കൽ കോളേജുകളിൽ 10 lakhs ആണ് പെർ ഇയർ ഫീസ്. അപ്ലൈ ചെയ്യേണ്ട വെബ്സൈറ്റ് kea.kar.nic.in. നീറ്റ് റിസൾട്ട് വന്നതിന് ശേഷം ഒക്ടോബർ 20 KEയുടെ വെബ്സൈറ്റിൽ ഓൺലൈനായി ചെയ്യുകയും ബന്ധപ്പെട്ട സർട്ടിഫിക്കറ്റുകൾ അപ്ലോഡ് ചെയ്യുകയും ചെയ്യണം. ക്രിസ്ത്യൻ വിഭാഗങ്ങളാണെങ്കിൽ മൈനോറിറ്റി സർട്ടിഫിക്കറ്റ് തഹസീൽദാരിൽ നിന്നുള്ളത് ചെയ്യുന്നത് നല്ലതാണ്. സെൻറ് ജോൺസ് മെഡിക്കൽ കോളേജിൽ ആഗ്രഹമുണ്ടെങ്കിൽ ബിഷപ്പിൻ്റെയും പള്ളിയിലെ വികാരിയുടെയും ബാപ്റ്റിസ്റ്റ് സർട്ടിഫിക്കറ്റും കൂടി കൂടുതലായി നാം അപ്ലോഡ് ചെയ്യേണ്ടതായി വരും. ക്രിസ്ത്യൻ സമുദായം അല്ലാതെ കേരളത്തിലെ ജനറൽ വിഭാഗത്തിലുള്ള എല്ലാ കുട്ടികൾക്കും വേണമെങ്കിൽ കർണാടകത്തിലെ സെൽഫ് ഫിനാൻസിംഗ് കോളേജുകൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. കേരളത്തിന് പുറത്ത് നമ്മളുടെ ഏറ്റവും അധികം കുട്ടികൾ കാണപ്പെടുന്നത് കർണാടകത്തിലെ സെൽഫ് ഫിനാൻസിംഗ് മേഖലയിലാണ്. നീറ്റിന് മാർക്ക് അല്പം കുറവാണെങ്കിലും അഡ്മിഷൻ കിട്ടാൻ എളുപ്പമുള്ളതാണ് തമിഴ്നാട്ടിലെ സെൽഫ് ഫിനാൻസിംഗ് കോളേജുകൾ. 12.5 lakhs പെർ ഇയറിൽ tnhealth.tn.gov.in എന്ന വെബ്സൈറ്റ് വഴി ഒക്ടോബർ അവസാന വാരത്തിൽ ഓൺലൈൻ ആപ്ലിക്കേഷൻ ആരംഭിക്കും. തമിഴ്നാടിൻ്റെ വെബ്സൈറ്റിൽ തമിഴ്നാട്ടിലെ കുട്ടികൾക്കായിട്ട് അപ്ലൈ ചെയ്യാനായി ഗവൺമെൻറ് വിഭാഗവും നമ്മളെപ്പോലെ അതർ സ്റ്റേറ്റുകാർക്ക് അപ്ലൈ ചെയ്യാൻ മാനേജ്മെൻറ്റ് സിസ്റ്റവുമുണ്ട്. ഈ മാനേജ്മെൻറ്റിൻ്റെ ആപ്ലിക്കേഷനാണ് നാം ഫില്ല് ചെയ്യേണ്ടത്. CMC വെല്ലൂരിനടക്കം. CMC വെല്ലൂരിൽ വാർഷിക ഫീസ് 48,000 രൂപ മാത്രമേ ഉള്ളൂ. പക്ഷേ ജനറൽ വിഭാഗത്തിന് അവിടെ 12 സീറ്റുകൾ മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ള 85 സീറ്റുകളും ക്രിസ്ത്യൻ സമൂഹത്തിലെ വിവിധ വിഭാഗങ്ങൾക്കായിട്ട് CMC വെല്ലൂരിൻ്റെ വെബ്സൈറ്റ് വഴി സ്പോൺസർഷിപ്പ് സീറ്റുകളാണ്. ആനുവൽ ഫീസ് 48,000 മാത്രമേ CMC വെല്ലൂരിലുള്ളൂ. ബാക്കിയുള്ള കോളേജുകളിൽ 12.5 lakhs പെർ ഇയർ ആണെന്ന് നമ്മൾ ഓർത്തു വെക്കുക. ഇവിടെ റൗണ്ട് 1ഉം റൗണ്ട് 2ഉം റൗണ്ട് 3ഉം തമിഴ്നാടുണ്ട്. പക്ഷേ ഓൺലൈൻ അല്ല, ഓഫ്ലൈൻ ആണ്. വെബ്സൈറ്റിൽ പബ്ലിഷ് ചെയ്യുന്ന ഡേറ്റിനനുസരിച്ച് നമ്മൾ ചെന്നൈയിൽ കിൽപോക്ക് മെഡിക്കൽ കോളേജിലോ അല്ലെങ്കിൽ ഒമൻഡുറാർ മെഡിക്കൽ കോളേജിലോ എല്ലാ സർട്ടിഫിക്കറ്റുകളുമായിട്ട് ചെന്നാണ് കൗൺസിലിങ്ങിൽ പങ്കെടുക്കേണ്ടതെന്ന് മാത്രം. നമ്മുടെ മറ്റൊരു അയൽ സംസ്ഥാനമായ പോണ്ടിച്ചേരിയിൽ സെൻറ്റാക്കിൻ്റെ കീഴിൽ 3 മെഡിക്കൽ കോളേജുകളിലായി 161ഓളം സീറ്റുകൾ 13 ലക്ഷം പെർ ഇയറിൽ നമുക്ക് വേണമെങ്കിൽ അപ്ലൈ ചെയ്യാം. എല്ലാ കുട്ടികൾക്കും അപ്ലൈ ചെയ്യുന്നത് പോലെ തന്നെ സെൻറ്റാക് പുതുച്ചേരി.in എന്ന വെബ്സൈറ്റിൽ നമുക്ക് വേണമെങ്കിൽ നീറ്റിൻ്റെ റിസൾട്ട് വന്നതിന് ശേഷം പോണ്ടിച്ചേരിയിലെ 3 പ്രൈവറ്റ് മെഡിക്കൽ കോളേജുകളിലെ മാനേജ്മെൻറ്റ് സീറ്റിന് അപ്ലൈ ചെയ്യാം. AFMC മെഡിക്കൽ കോളേജ് അല്ലാതെ ഡൽഹിയിൽ ആർമി മെഡിക്കൽ കോളേജുണ്ട്. എക്സ് സർവീസ്മാൻ്റെ കുട്ടികളെ മാത്രമേ ആർമി മെഡിക്കൽ കോളേജിൽ അഡ്മിഷൻ എടുക്കുകയുള്ളൂ. വെബ്സൈറ്റ് THEACMS.in എന്ന വെബ്സൈറ്റാണ്. 4 ലക്ഷം രൂപയാണ് ആനുവൽ ഫീസ്. നിങ്ങൾക്ക് നീറ്റ് റിസൾട്ട് വന്നതിന് ശേഷം നേരിട്ട് ഈ വെബ്സൈറ്റ് വഴി അപ്ലൈ ചെയ്യുകയാണെങ്കിൽ എക്സ് സർവീസ്മാൻ ഡൽഹിക്ക് പുറത്തുള്ള കുട്ടികൾക്ക് 25 സീറ്റും ഡൽഹിയിലുള്ള എക്സ് സർവീസ്മാൻസിന് 75 സീറ്റുകളും ലഭിക്കും. ആർമി മെഡിക്കൽ കോളേജ് ഡൽഹിയിലെ MBBSനും നമ്മുടെ കുട്ടികൾക്കും എക്സ് സർവീസ്മാൻ്റെ മക്കളാണെങ്കിൽ അപ്ലൈ ചെയ്യാമെന്നുള്ളത് ഓർത്തിരിക്കണം. ഇതുകൂടാതെ സെൻട്രൽ ആംഡ് പോലീസ് ഫോഴ്സ് CAPFസിൻ്റെ മക്കൾക്കായിട്ട് സെൻട്രൽ പൂൾ കോട്ടയുണ്ട്. കഴിഞ്ഞ വർഷം 23 MBBS സീറ്റും 3 BDS സീറ്റുകളുമാണ് ഇന്ത്യയിലെ ഏറ്റവും ടോപ്പ് മെഡിക്കൽ കോളേജുകളിൽ സെൻട്രൽ പൂൾ കോട്ട വഴി അലോട്ട്മെൻറ്റ് നടത്തിയത്. നീറ്റ് റിസൾട്ട് വന്നതിന് ശേഷം അതാത് ആർമി ഓഫീസ് വഴി നമ്മൾ മാനവ വിഭവശേഷി വകുപ്പിൻ്റെ വെബ്സൈറ്റിൽ അപ്ലൈ ചെയ്യുകയും അവിടെ നിന്ന്
നേരിട്ട് സെൻട്രൽ പൂൾ കോട്ട അലോട്ട് ചെയ്യുകയുമാണ് ചെയ്യുന്നത്. കേരളത്തിൽ ആലപ്പുഴയിലും തൃശ്ശൂരിലുമാണ് കഴിഞ്ഞ വർഷം സെൻട്രൽ പൂൾ കോട്ട വഴി MBBSന് അഡ്മിഷൻ കിട്ടിയത്. ഇതിനും നമ്മൾ ആർമി ഓഫീസ് വഴി നേരിട്ടാണ് അപ്ലൈ ചെയ്യേണ്ടത്, വെബ്സൈറ്റ് വഴി അല്ല എന്നുള്ള കാര്യവും ഓർത്തു വെക്കുക. ഇനിയുള്ളത് പർട്ടിക്കുലർ ആയിട്ടുള്ള ചില കോളേജുകൾ കൂടി പറയാം. ഓൾ ഇന്ത്യ കോട്ടയുടെ വെബ്സൈറ്റിൽ നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റി ഉണ്ട്. അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റിയിലെ 85 സീറ്റുകളും അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റിയുടെ അകത്ത് പഠിച്ച ഇന്റേണൽ സ്റ്റുഡൻസിനാണ് ഓൾ ഇന്ത്യ കോട്ട വഴി നമുക്ക് 15 കോളേജുകളിൽ ഫീസ് ഇല്ലാതെ പഠിക്കാനുള്ള സൗകര്യം mcc.nic.in എന്ന വെബ്സൈറ്റിൽ അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ലഭിക്കും. അതുപോലെ തന്നെ MCCയുടെ വെബ്സൈറ്റ് വഴി ഫീസ് ഇല്ലാതെ പഠിക്കാൻ പറ്റുന്ന മറ്റൊരു കോളേജാണ് ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റി. ഇവിടുത്തെ 15 സീറ്റും ഓൾ ഇന്ത്യ കോട്ടയുടെ ഓപ്ഷൻ കൊടുക്കുന്ന കൂട്ടത്തിൽ തന്നെ നമുക്ക് വേണമെങ്കിൽ ഉൾപ്പെടുത്താം. പഞ്ചാബിലെ ലുധിയാന CMC ലുധിയാന ക്രിസ്ത്യൻ വിഭാഗത്തിന് അഡ്മിഷൻ നേടിയെടുക്കാൻ പറ്റുന്നതാണ്. 6.5 lakhs പെർ ഇയറിൽ നീറ്റിൻ്റെ റിസൾട്ട് വന്നതിന് ശേഷം പഞ്ചാബ് യൂണിവേഴ്സിറ്റി വഴി അപ്ലൈ ചെയ്യുകയും ഒപ്പം cmcludhiana.in എന്ന വെബ്സൈറ്റിലെ നോട്ടിഫിക്കേഷൻ പ്രകാരം അഡ്മിഷൻ പൂർത്തീകരിക്കേണ്ടതുമാണ്. കർണാടകയിലെയും പോണ്ടിച്ചേരിയിലെയും തമിഴ്നാട്ടിലെയും സെൽഫ് ഫിനാൻസിംഗ് കോളേജിൽ നമ്മുടെ കുട്ടികൾക്ക് 15% MBBS സീറ്റിന് അർഹതയുണ്ടെന്ന് പറഞ്ഞതുപോലെ തന്നെ ഇന്ത്യയിലെ ഒട്ടുമിക്ക സ്റ്റേറ്റുകളിലും 15% അതർ സ്റ്റേറ്റ് സ്റ്റുഡൻസിനെ എടുക്കുന്നുണ്ട്. നീറ്റിൻ്റെ റിസൾട്ട് വന്നതിന് ശേഷം മഹാരാഷ്ട്രയിലെയും ആന്ധ്രയിലെയും തെലുങ്കാനയിലെയും ഏതൊക്കെ സ്റ്റേറ്റുകളിൽ നിങ്ങൾക്ക് പരിചയമുണ്ടോ, അപേക്ഷിക്കാൻ പറ്റുമോ, അതനുസരിച്ച് ആ വെബ്സൈറ്റ് വഴി അപ്ലൈ ചെയ്താൽ 15% നമ്മുടെ കുട്ടികൾക്കും എല്ലാ സ്റ്റേറ്റുകളിലും അർഹതയുണ്ടെന്നുകൂടി മനസ്സിലാക്കുക. അതുപോലെ തന്നെ കേരളത്തിന് പുറത്തുള്ള കുട്ടികൾക്ക് നമ്മുടെ സെൽഫ് ഫിനാൻസിംഗ് മെഡിക്കൽ കോളേജുകളിലും 15% സീറ്റിന് അർഹതയുണ്ട്. നീറ്റ് 2021 റിസൾട്ട് വന്നതിന് ശേഷമാണ് അലോട്ട്മെൻറ്റ് പ്രോസസ്സുകൾ ആരംഭിക്കുന്നതെന്നുള്ളത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. നീറ്റിൻ്റെ റിസൾട്ട് വരുന്നതിന് മുമ്പ് നാം എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടതെന്നുള്ളത് മറ്റൊരു വീഡിയോയിൽ ബ്രില്യൻ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടല്ലോ. ഓൺലൈനായിട്ടുള്ള phase 2 ആപ്ലിക്കേഷൻ നീറ്റിൻ്റെ വെബ്സൈറ്റിൽ വരും. OMR ഡിസ്പ്ലേ ഉണ്ടാകും, ആൻസർ കീ ഡിസ്പ്ലേ ഉണ്ടാകും. അതിനുശേഷം ഒക്ടോബർ 12 നീറ്റ് 2021 റിസൾട്ട് വരുന്നതും 15 17 ആയിരിക്കും mcc.nic.in എന്ന വെബ്സൈറ്റ് വഴി ഈ വർഷത്തെ അലോട്ട്മെൻറ്റ് പ്രോസസ്സ് തുടങ്ങുന്നത്. MCCയിൽ രജിസ്റ്റർ ചെയ്യുമ്പോൾ ജനറൽ വിഭാഗത്തിന് 10,000 രൂപയും OBC വിഭാഗത്തിന് 5,000 രൂപയും രജിസ്ട്രേഷൻ ഫീസ് അടച്ചു വേണം നമ്മൾ അലോട്ട്മെൻറ്റ് പ്രോസസ്സിൽ പങ്കെടുക്കാൻ. ഡീംഡ് മെഡിക്കൽ കോളേജുകളുടെ ഓപ്ഷനാണ് നമ്മൾ രജിസ്റ്റർ ചെയ്യേണ്ടതെങ്കിൽ 2 ലക്ഷം രൂപയാണ് രജിസ്ട്രേഷൻ ഫീസ് എന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇങ്ങനെയുള്ള രജിസ്ട്രേഷൻ സംബന്ധിച്ചും അലോട്ട്മെൻറ്റ് സംബന്ധിച്ചും ഏതൊക്കെ സർട്ടിഫിക്കറ്റുകളാണ് കൊണ്ടുപോകേണ്ടതെന്നുള്ളതിനെക്കുറിച്ചും മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരെ നന്ദി, നമസ്കാരം.